പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ വീണ്ടും മംഗളവാർത്ത കാലത്തിൻ്റെ പടിവാതിൽക്കലെത്തിയിരിക്കുകയാണ്. മംഗളവാർത്ത കാലത്തോടെ പുതിയൊരു ആരാധനാക്രമ മത്സരം ആരംഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അധ്യയന വർഷവും സാമ്പത്തിക വർഷമൊക്കെ ഉണ്ട്. അത്ര പ്രാധാന്യത്തോടെയെങ്കിലും ഈ ആരാധനാക്രമ വർഷത്തെ നമ്മൾ കണക്കാക്കാറുണ്ടോ? എന്തിനു വേണ്ടിയാണ് തിരുസഭ ഇത്തരത്തിലൊരു വർഷം ക്രമപ്പെടുത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കൂടുതൽ ചിന്തിക്കുന്നത് ഭൗമിക കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. പക്ഷേ ഈ ഭൂമിയിലെ കാര്യങ്ങളെ വെറും ഒരു മാർഗമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് സ്വർഗീയമായിട്ടുള്ളതാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്താണോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിട്ട് വരിക. എങ്കിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടത് അത് ദൈവത്തോടു കൂടെ നിത്യമായിട്ട് ജീവിക്കുന്നതിന് നമ്മളെ പ്രാപ്തരാക്കുന്ന രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ച് ആയിരിക്കില്ലേ? പക്ഷെ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ഒരുപാട് ഭൗമിക കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനുള്ളപ്പോൾ എങ്ങനെയാണ് ഈ ഉന്നതത്തിലുള്ളവയെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് അല്ലെങ്കിൽ മനനം ചെയ്യാനായിട്ട് പറ്റുക? ഇവിടെ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ആരാധനാക്രമ മത്സരത്തിലെ കാലങ്ങൾ. നാം എന്തിനു വേണ്ടിയാണ് ഭൂമിയിലായിരിക്കുന്നതെന്നും നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നും നമ്മൾ യഥാർത്ഥത്തിൽ കാത്തിരിക്കുന്നത് എന്താണെന്നൊക്കെ നമ്മുടെ ചിന്തകളിൽ നിലനിർത്താനായിട്ട് ഈ കാലങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാലം മംഗളവാർത്ത കാലമാണ്. പാപത്തിൽ വീണുപോയ മനുഷ്യവർഗം കാത്തിരുന്ന രക്ഷകൻ, ആ രക്ഷകൻ വരുന്നു എന്ന മംഗളവാർത്തയോടെയാണ് രക്ഷാകര പദ്ധതിയുടെ ഒരു സുപ്രധാന ഘട്ടം ആരംഭിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ ആരാധനാക്രമ മത്സരത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ അധപതനവും ദൈവം അവന് നൽകിയ രക്ഷയുടെ വാഗ്ദാനവും അവനുമായിട്ട് ചെയ്ത ഉടമ്പടിയും രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ഈ കാലത്തിൽ ധ്യാനിക്കുക. അതിനുശേഷം പിന്നെ എന്താണ്? പിറവിയാണ്. രക്ഷകനായ ഈശോയുടെ ജനനം, പിറവിക്കാലം. അതാണ് രക്ഷാകര പദ്ധതിയിലെ അടുത്തൊരു പ്രധാന സംഭവം. ആ ജനനവും അതിനെ തുടർന്നുള്ള ജ്ഞാനികളുടെ സന്ദർശനവും തിരുക്കുടുംബത്തിൻ്റെ ഈജിപ്തിലേക്കുള്ള പലായനവും ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന സംഭവവും അതൊക്കെയാണ് നമ്മൾ ഈ കാലത്തിൽ ധ്യാനിക്കുക. അതിനുശേഷം ധനഹാകാലം, അതായത് മംഗളവാർത്തയ്ക്കും ഈശോയുടെ ജനനത്തിന് ശേഷം വരുന്നത് ഈശോയുടെ പരസ്യ ജീവിതമാണല്ലോ. പതിയെ പതിയെ ദൈവം നേരിട്ട് ലോകത്തിന് വെളിപ്പെടുത്തിയ ദിനങ്ങളാണ്. ഈശോയുടെ മാമോദീസയും ആ അവസരത്തിൽ ത്രിത്വൈക ദൈവം സ്വയം വെളിപ്പെടുത്തുന്നതും പിന്നീട് പരസ്യ ജീവിതത്തിലൂടെ ഈശോ സ്വയം വെളിപ്പെടുത്തുന്നതുമെല്ലാം നമ്മൾ ധനഹ കാലത്തിൽ ധ്യാനിക്കുകയാണ്. ഈ ധനഹ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം ഉദയം, പ്രത്യക്ഷവൽക്കരണം, വെളിപാട്, അതായത് ദൈവം വെളിപ്പെടുത്തുന്ന ദൈവം, ആ വെളിപാട്, അതെല്ലാമാണ് ഈ ഒരു പദത്തിൻ്റെ അർത്ഥം. ഇനി അതിനുശേഷം ഈശോയുടെ പരസ്യജീവിതത്തിന് ശേഷം വരുന്നത് എന്താണ്? ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും സംസ്കാരവുമാണ്. അതായത് നോമ്പുകാലം. നമ്മുടെ പാപപരിഹാരത്തിനായിട്ട് ഈശോ സഹിക്കേണ്ടി വന്നത് എന്നതുകൊണ്ട് തന്നെ ഈശോയുടെ സഹന മരണ സംസ്കാരത്തോടൊപ്പം പാപം എന്ന യാഥാർത്ഥ്യത്തെയും അനുതാപത്തിൻ്റെയും മനപരിവർത്തനത്തിൻ്റെയും ആവശ്യകതയും കുറിച്ചൊക്കെ ഈ കാലത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ എന്താണ്? ഈശോയുടെ ഉത്ഥാനമാണ്, അതായത് ഉയർപ്പ് കാലം. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഉത്ഥാനത്തെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും സാത്താൻ്റെയും മേൽ ഈശോ കുരിശിലൂടെ നേടിയ വിജയത്തെയും കുറിച്ച് ധ്യാനിച്ച് ഈ ഉത്ഥാനത്തിലൂടെ കൈവന്ന പുതുജീവനിൽ ആഹ്ലാദിക്കുന്ന കാലമാണ് ഉയർപ്പ് കാലം. ഈ കാലത്തിൽ തന്നെയാണ് ഈശോയുടെ സ്വർഗാരോഹണവും നമ്മൾ സ്മരിക്കുക. അതിനുശേഷം ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം പിന്നെ വരുന്നത് എന്താ? അവിടുത്തെ നിർദ്ദേശാനുസരണം ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സ്ലീഹന്മാരുടെ കാലമാണ്. പെന്തക്കൊസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടാണ് അവർ സധൈര്യം ജീവൻ കൊടുത്തും ഈശോയെ പ്രസംഗിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. സ്ലീഹന്മാരിലൂടെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ആദിമസഭയുടെ ചൈതന്യം, സഭയുടെ പ്രേക്ഷിത സ്വഭാവം, അതൊക്കെയാണ് നമ്മൾ ഈ സ്ലീഹ കാലത്തിൽ ധ്യാനിക്കുക. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ സ്ലീഹന്മാരുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലം അതെന്തായിരുന്നു? ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ വേരുപാകിയ ഈശോയുടെ തിരുസഭ വളർന്നു പന്തലിച്ച് ഫലം പുറപ്പെടുവിച്ചു. അതായത് ഫലാഗമകാലം. അതാണ് സ്ലീഹ കാലത്തിന് ശേഷം വരിക. ഈ കാലത്തെ കൈത്താക്കാലം എന്നാണ് നമ്മൾ വിളിക്കുക. കൈത്ത എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം വേനൽ എന്നാണ്. അതായത് വിളവെടുപ്പും ഫലശേഖരണവും ഒക്കെ നടത്തുന്നത് നമ്മൾ പൊതുവെ വേനൽക്കാലത്താണല്ലോ. അതുകൊണ്ടാണ് ഈ ഫലാഗമകാലത്തിന് കൈത്താക്കാലം എന്ന പേര് വന്നത്. അതിനുശേഷം, അതായത് തിരുസഭയുടെ വ്യാപനത്തിന് ശേഷം രക്ഷാകര പദ്ധതിയിൽ വരുന്നത് എന്താ? ലോകാവസാനവും
മിശിഹായുടെ രണ്ടാം വരവും അവസാന വിധിയുമാണ്. അതായത് മിശിഹായുടെ രണ്ടാം വരവിൽ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യപുത്രൻ്റെ അടയാളം, അതായത് സ്ലീവ, കുരിശ്, അതായിരിക്കുമെന്നൊരു വിശ്വാസ പാരമ്പര്യം നിലവിലുണ്ടായിരുന്നു. ആ വരവിന് മുമ്പ്, അതായത് ഈശോയുടെ അവസാനത്തെ വരവിന് മുമ്പ് ഏലിയ വരുമെന്ന, അതായത് മലാക്കി 4-5 കാണുന്ന വാക്യമനുസരിച്ച് ഏലിയ വരുമെന്ന ഒരു വിശുദ്ധ ഗ്രന്ഥ പാരമ്പര്യമുണ്ട്. ഇനി അതുപോലെ തന്നെ ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ ഏലിയായുടെ ഒപ്പം മോശയും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ലോകത്തിൻ്റെ അന്തിമ നാളുകളെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ അടുത്ത കാലം, അതിന് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് ഏലിയ, സ്ലീവ, മൂശാകാലങ്ങൾ, ഏലിയക്കാലം, സ്ലീവാക്കാലം, മൂശാകാലങ്ങൾ, ആ മൂന്നും ചേർത്ത് ഏലിയ, സ്ലീവ, മൂശാകാലങ്ങൾ എന്ന് വിളിക്കുക. ഇനി അവസാനം അന്ത്യവിധിക്കും ശേഷം ഇനി എന്താണുള്ളത്? അത് പള്ളി കൂദാശ കാലമാണ്. അതായത് പള്ളി, സഭ, അതിനെ കൂദാശ ചെയ്യുന്ന കാലം. ഈശോ തിരുസഭയെ പിതാവാകുന്ന ദൈവത്തിന് കൂദാശ ചെയ്യുന്ന അവസാന രക്ഷാകര രഹസ്യം. മിശിഹായുടെ മണവാട്ടിയായ തിരുസഭ അവിടത്തേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ കാലത്തിൽ ധ്യാനിക്കുക. നമ്മളിപ്പോൾ ഈ 9 കാലത്തിൻ്റെയും ധ്യാനിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. നിത്യജീവൻ മുന്നിൽ കണ്ട് ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നതിനായിട്ട് ഈ 9 കാലങ്ങൾ ക്രമപ്പെടുത്തുക മാത്രമല്ല സഭ ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് ഓരോ കാലത്തിനനുസരിച്ച് ആരാധനാക്രമത്തിലെ വായനകളും പ്രാർത്ഥനകളും ഒക്കെ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഓരോ കാലത്തിലും ധ്യാനിക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിശുദ്ധ ഗ്രന്ഥ വായനകളാണ് പ്രധാനമായിട്ടും ആ കാലത്തിലെ ഞായറാഴ്ചകളും ഉണ്ടായിരിക്കുക. അതോടൊപ്പം വിശുദ്ധ കുർബാനയിലെയും യാമപ്രാർത്ഥനയിലെയും പ്രോപ്രിയകൾ, അതായത് കാലത്തിനനുസൃതമായിട്ടുള്ള പ്രാർത്ഥനകൾ, ഇത്തരം ധ്യാന വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ വായനകളും പ്രാർത്ഥനകളും ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഒരു വർഷം കൊണ്ട് രക്ഷാകര രഹസ്യം മുഴുവൻ ധ്യാനിച്ച് ജീവിക്കാനായിട്ട് പറ്റും. അതുവഴി അവർക്ക് ഓരോ വർഷവും നിത്യജീവനിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം നമ്മളിന്ന് ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സീറോ മലബാർ സഭയിലെ പ്രധാന തിരുനാളുകളൊക്കെ ഈ കാലങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് ഈശോയുടെ വെളിപ്പെടുത്തലിനെ അനുസ്മരിക്കുന്ന ദനാഹകാലം, അതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. അതിലെ വെള്ളിയാഴ്ചകളിലാണ് പ്രധാന വിശുദ്ധരായിട്ടുള്ള സ്നാപക യോഹന്നാൻ, വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, സുവിശേഷകന്മാർ, ആദ്യ രക്തസാക്ഷിയായിട്ടുള്ള വിശുദ്ധ എസ്തപ്പാനോസ് എന്നിവരുടെയൊക്കെ തിരുനാളുകൾ ആഘോഷിക്കുന്നത് ആ ദനാഹകാലത്തിലെ വെള്ളിയാഴ്ചകളിലാണ്. ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്താനായിട്ട് തങ്ങളുടെ ജീവിതം സമർപ്പിച്ച അവരുടെ തിരുനാളുകൾ ദനാഹകാലത്ത് ആഘോഷിക്കുന്നതല്ലേ ആ കാലത്തിൻ്റെ ചൈതന്യം ധ്യാനിക്കുന്നതിനും ജീവിക്കുന്നതിനും നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ആ തിരുനാളുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യപുത്രൻ്റെ അടയാളം, അതായിട്ട് കണക്കാക്കുന്ന സ്ലീവ, കുരിശ്, അതിനെ ധ്യാനിക്കുന്നതാണ്. ഏലിയ, സ്ലീവ, മൂശ കാലങ്ങളിലാണ് ആ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആചരിക്കുന്നത്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇത്രയൊക്കെ ക്രമീകരണങ്ങൾ നമുക്കുള്ളപ്പോഴും ഈ ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ എത്ര പേർക്ക് ആരാധനക്രമ മത്സരത്തെ പ്രയോജനപ്പെടുത്താനായിട്ട് അറിയാം? അല്ലെങ്കിൽ എത്ര പേര് അത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കുടുംബങ്ങളിൽ എത്ര പേർക്ക് ഈ 9 കാലങ്ങൾ ക്രമത്തിൽ തെറ്റുകൂടാതെ പറയാനായിട്ട് പറ്റും? വളരെ കുറച്ച് പേരല്ലേ കാണുള്ളൂ. കൂടുതൽ പേർക്ക് അറിയാവുന്നത് നോമ്പ് കാലം ഉണ്ടായിരിക്കും. ഈ അറിവ് മാത്രം നമുക്ക് മതിയോ? ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം വെറും ഭൗമികമല്ല എന്ന് നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന, നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ള ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിച്ച് മനനം ചെയ്ത് അല്ലെങ്കിൽ ധ്യാനിച്ച് അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന ഈ വിവിധ കാലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ആരാധനാക്രമ മത്സരത്തിലെ കാലങ്ങളെ പ്രയോജനപ്പെടുത്തി ജീവിക്കാൻ സഹായിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ അനുദിന ജീവിതത്തിൽ ഉൾച്ചേർക്കുന്നത് നന്നായിരിക്കില്ലേ? ആരാധനാക്രമ വർഷത്തിലെ കാലങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഈ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിച്ച് രക്ഷയുടെ ജീവിതം നയിക്കാൻ ആദ്യം ചെയ്യാനായിട്ടുള്ളത് സഭ നമുക്കായിട്ട് തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ്. ഉദാഹരണത്തിന് ഓരോ തവണയും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അപ്പോഴത്തെ ആരാധനാക്രമ മത്സര കാലം ഏതാണെന്ന് നമ്മുടെ സാധാരണഗതിക്ക് നമ്മുടെ പള്ളിയകത്ത് ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതൊന്ന് നോക്കാനായിട്ട്, പ്രാർത്ഥനകളിൽ ആ കാലത്തിലെ ചിന്തകളും ധ്യാനിക്കാനായിട്ടൊക്കെ നമുക്ക് പരിശ്രമിക്കാനായിട്ട് പറ്റില്ലേ? അതുകൂടാതെ ഓരോ കാലത്തിനനുസൃതമായിട്ട് വരുന്ന ഞായറാഴ്ചകളിലെ വിശുദ്ധ കുർബാനയിലെ വായനകൾ, വിശുദ്ധ ഗ്രന്ഥ വായനകൾ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട്, അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാനായിട്ട്,
ആ വായനകളിലൂടെ കാലത്തിൻ്റെ ചൈതന്യത്തോട് ബന്ധപ്പെടുത്തി പരിശുദ്ധാത്മാവ് നമ്മോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് ധ്യാനിക്കാനായിട്ട്, അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലെയും യാമപ്രാർത്ഥനയിലെയും ഈ പ്രോപ്രിയകൾ, അതായത് കാലത്തിനനുസരിച്ചുള്ള പ്രത്യേക പ്രാർത്ഥനകൾ, കാറോസുസകൾ, അതിലെ ഗീതങ്ങൾ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും അവയിലൂടെ തിരുസഭ നൽകുന്ന ധ്യാന ചിന്തകൾ മനനം ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതും ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നോമ്പുകാലത്ത് നോമ്പുകാല ചൈതന്യം ജീവിക്കുന്ന പോലെ, അതുപോലെ ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികളിലൂടെ മറ്റു കാലങ്ങളിലും അവ ഓരോന്നിൻ്റെയും ആ ചൈതന്യം ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാനായിട്ട് പറ്റില്ലേ? ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥ വായനകൾ നമ്മൾ ഓരോ ദിവസവും വീട്ടിൽ വായിക്കുന്നത്, ഓരോ കാലത്തിനനുസരിച്ചുള്ള ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുന്നത് അതിന് സഹായിക്കുന്ന ഒന്നായിരിക്കും എനിക്ക് തോന്നുന്നു. ഉദാഹരണത്തിന് ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശ്ലീഹന്മാരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ധ്യാനിക്കുന്നതാണ് ശ്ലീഹാകാലം നമ്മൾ കണ്ടു. അപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആ സമയത്ത് വായിച്ച് ധ്യാനിക്കുന്നത് അത് വളരെ ഉപയോഗപ്രദമായിരിക്കില്ലേ? അതോടൊപ്പം ഈ ശ്ലീഹാകാലത്ത് കുടുംബ കൂട്ടായ്മകളിൽ വിവിധ ശ്ലീഹന്മാരുടെ ജീവിതങ്ങൾ ഒരാൾ അവതരിപ്പിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾച്ചേർക്കുമ്പോൾ, നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ, അവ ഓരോന്നും നിത്യജീവനിലേക്ക് വളരാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സകല മനുഷ്യരും ജീവനിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ച് ദൈവം സ്ഥാപിച്ച തിരുസഭ നമ്മെ അതിന് സഹായിക്കാനായിട്ട് നൽകിയിരിക്കുന്നതാണ് ആരാധനാക്രമ വത്സരത്തിലെ ഓരോ കാലങ്ങളും. വിശുദ്ധ പൗലോസിലേക്ക് പറയുന്നത്, ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. പലവിധ ജഡിക ചിന്തകളും നിറഞ്ഞ നമ്മുടെ ജീവിതത്തിലെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെച്ച് ആത്മീയമായിട്ട് വളരാൻ സഭ നൽകിയിരിക്കുന്ന വിവിധ കാലങ്ങളെ പ്രയോജനപ്പെടുത്തി അവയുടെ ചൈതന്യത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിത താളം ആ ഒരു ആരാധനാക്രമ മത്സരത്തിൻ്റെ താളത്തോട് ചേർത്ത് നമുക്ക് ക്രമപ്പെടുത്താനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചർച്ചയ്ക്കുള്ള 3 ചോദ്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒന്ന്, ക്രൈസ്തവ ജീവിതത്തിൽ ആരാധനാക്രമ വർഷത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? രണ്ടാമതൊരു ചോദ്യം നമുക്ക് ചിന്തിക്കാവുന്നത്, ആരാധനാക്രമ മത്സരത്തിലെ ഓരോ കാലത്തിലെയും ധ്യാന വിഷയങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ഓരോന്നും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? മൂന്നാമത്തൊരു ചോദ്യം, ആരാധനാക്രമ മത്സരത്തിലെ കാലങ്ങൾക്ക് അനുസൃതമായിട്ട് ഇടവക തലത്തിലും അതുപോലെ തന്നെ കുടുംബ കൂട്ടായ്മ തലത്തിലും നമുക്ക് പ്രാവർത്തികമാക്കാവുന്ന പദ്ധതികൾ ഏതൊക്കെയാണ്? ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ആരാധനാക്രമ മത്സരം ആശംസിക്കുന്നു.